എന്താണ് ഇൻഫിനിറ്റി ലൂപ്പ്? ഇൻഫിനിറ്റി ലൂപ്പിന്റെ പ്രത്യേകത ആർക്കും അറിയില്ല. ലൂപ്പ് എന്താണ്? റിപ്പീറ്റഡ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഓക്കെ, ഒരു റിപ്പീറ്റഡ്ലി റൺ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇവിടെ വൈൽ ലൂപ്പ് എഴുതുമ്പോൾ ഈ ഒരു ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? കണ്ടീഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫുൾ ടൈം റൺ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല, എപ്പോഴും റൺ ചെയ്യാന്നുള്ള രീതിയിൽ ഒരു കണ്ടീഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ട്രൂ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റേത് എന്താണ്? കണ്ടീഷൻ ട്രൂ ആകുമ്പോഴാണ് ഇത് റൺ ചെയ്യുക. ഫാൾസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ എനിക്കിത് ഫാൾസ് ആവേണ്ട ആവശ്യമില്ല, എപ്പോഴും റൺ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ട്രൂ എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ സേവ് ചെയ്തിട്ട് നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്താണ് അവിടെ നടക്കണമെന്ന് നോക്കാം. ഓക്കെ, ആഡ് എക്സ്പെൻസ് ഞാൻ 1 കൊടുത്തു. ഓക്കെ, യു ഹാവ് ചൂസ്ഡ് ആഡ് എക്സ്പെൻസ്. ആഡ് എക്സ്പെൻസ് 2 കൊടുത്തു. യു ഹാവ് ചൂസ്ഡ് ആഡ് ഇൻകം 3. വ്യൂ എക്സ്പെൻസ്, യു ഹാവ് ചൂസ്ഡ് വ്യൂ എക്സ്പെൻസ് 4 കൊടുക്കാതെ 5 കൊടുത്ത്. എന്താണ്? ഇൻവാലിഡ് ചോയ്സ്, പ്ലീസ് എൻ്റർ യുവർ ചോയ്സ്. ഇപ്പോൾ ഇതെന്തായി? റിപ്പീറ്റഡ്ലി നമ്മളടുത്ത് നിന്ന് ചോദിക്കുന്ന രീതിയിലൊരു പ്രോഗ്രാമായി. ഓക്കെ, ഇത് മെനു ഡ്രിവൺ പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടുള്ളൂ? ഇവിടെ ഈ അലേർട്ട് കണ്ടില്ലേ? ഈ പോർഷൻസിൽ നമുക്ക് കോഡ് അപ്ഡേറ്റ് ചെയ്താൽ മതി, എന്നാൽ നമ്മുടെ പ്രോഗ്രാം വർക്കായി. ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ലൂപ്പ് ഇത് കണ്ടിന്യൂസ്ലി റൺ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ലോഡിംഗ് ഒക്കെ കാണിക്കുന്നത്. അതായത് പ്രോഗ്രാം എക്സിറ്റ് ആയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ, ഇത് നമ്മൾ പക്ക ബാക്ക് എൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഫ്രണ്ട് എൻഡിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ആരും ജാവാസ്ക്രിപ്റ്റിലൊന്നും വെബ് ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ഫ്രണ്ട് എൻഡിലൊന്നും മാതിരി ലോജിക്കൊന്നും എഴുതരുത്. അപ്പോൾ ഇത് ജസ്റ്റ് ലേണിംഗ് പർപ്പസിന് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ഈ ക്രോസ് ഇത് പോകണം, ഇത് ലോഡ് ചെയ്യുന്നതൊക്കെ ഒഴിവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആണ്. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ കൺട്രോള് ഇതിൽ കടന്ന് കളിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒന്ന് എന്തെങ്കിലും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കായി, ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്തായി? ഇത് വർക്കായും. പിന്നെ ഇതിൽ എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ അത് വർക്കാവും. വീണ്ടും ഇവിടെ തന്നെ കടന്നിങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ നിന്ന് എക്സിറ്റ് ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതിലിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ബ്രേക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, ഇൻവാലിഡ് ചോയ്സ്. ഇതിൻ്റെ ബിഗിനിങ് ആണോ എനിക്കൊരു ഐഡിയ ഇല്ല, നോക്കാം. ആദ്യം 2 കൊടുത്തു നോക്കാം. ആഡ് ഇൻകം വന്നിട്ടുണ്ട്. ഇനി 4 കൊടുത്തു നോക്കാം. യു ഹാവ് ചൂസ്ഡ് എക്സിറ്റ്. ഓക്കെ, നമ്മൾ വിചാരിച്ച എല്ലാം ഇത് റണ്ണാവുന്നത്. ഓക്കെ, ഇപ്പോൾ ലൂപ്പിൽ കുടുങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മളെ കോഡിലെ മിസ്റ്റേക്ക് അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ, ലൈവ് സെർവറിൻ്റെ ഒരു പോരായ്മയാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ അത് മിസ്ബിഹേവ് ചെയ്യും. അതായത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ അത് വർക്കാവും, നമുക്ക് മനസ്സിലാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഇവിടുന്ന് വന്ന റിസൾട്ട് ഈസ് നോട്ട് ഡിഫൈൻഡ്. നമ്മളെവിടെയെങ്കിലും റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇവിടെയാണ്. ഇതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഓരോ നമുക്കിപ്പോൾ അത് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇപ്പം ഞാൻ നോർമൽ രീതിയിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ തന്നെ ഒഴിവുണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്കിത് മതി. UI ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റേതിൻ്റെ ബെനിഫിറ്റ് നല്ലോണം വരിക.
ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ പ്രോഗ്രാം എക്സിറ്റ് ആയി കഴിഞ്ഞാൽ റീലോഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ബെറ്റർ. ഇത് വേണ്ട, നമുക്ക് വേണമെങ്കിൽ ഇവിടെയും സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായി, നമ്മൾ ലൈവ് സെർവർ ഓഫാക്കി. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണ്, യു ഹാവ് ചൂസ്ഡ് എക്സിറ്റ്. നമുക്ക് ഈ കാര്യങ്ങൾ അലേർട്ടിൽ മാത്രം വരാതെ നമുക്ക് കൺസോളിലും കൂടെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു മെസ്സേജ് എന്നുള്ള ഒരു വേരിയബിൾ കൊടുക്കുക. ലെറ്റ് മെസ്സേജ് ഈക്വൽ ടു ഒരു എംപ്റ്റി മെസ്സേജ് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ മെസ്സേജ് ഈക്വൽ ടു യു ഹാവ് ചൂസ്ഡ് ആഡ് എക്സ്പെൻസ് കൊടുത്ത്, ഈ അലേർട്ടിനകത്ത് എന്ത് കൊടുത്ത്, മെസ്സേജ് കൊടുത്ത്. ഇപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ മെസ്സേജിൻ്റെ വേരിയബിൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് എന്താണ്, യു ഹാവ് ചൂസ്ഡ് ആഡ് എക്സ്പെൻസ് ഉള്ള പോർഷൻ വരും ചെയ്ത് അലേർട്ട് ചെയ്ത്. ഇവിടെയും ആ സെയിം കേസ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. മെസ്സേജ് ഈക്വൽ ടു, ഓക്കെ, ഇവിടെയും മെസ്സേജ് ഈക്വൽ ടു അലേർട്ട് മെസ്സേജ്. ഇവിടെ എന്ത്, മെസ്സേജ് ഈക്വൽ ടു മെസ്സേജ് ഈക്വൽ ടു ഇൻവാലിഡ് ചോയ്സ് അലേർട്ട് മെസ്സേജ്. ഓക്കെ, സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ റീലോഡ് ഒന്നും ആയിട്ടില്ല, കണ്ടില്ലേ, നമ്മൾ റീലോഡ് ചെയ്താൽ മാത്രമേ പ്രോഗ്രാം റൺ ആവുള്ളൂ. ഞാൻ 4 ചൂസ് ചെയ്തു. യു ഹാവ് ചൂസ്ഡ് എക്സിറ്റ്. ഓക്കെ, എന്തോ ഒരു എറർ ഉണ്ട്, കൺസോൾ ചെയ്തില്ല. ഓക്കെ, സോറി. ഇതെന്താ വെച്ചാൽ ഞാൻ മെസ്സേജ് വേരിയബിളിൽ സെറ്റ് ചെയ്തേ ഉള്ളൂ, പക്ഷേ കൺസോൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവിടെ കാണിച്ചില്ല. നമുക്കത് കൺസോൾ ചെയ്യണം. കൺസോൾ ഡോട്ട് ലോഗ് മെസ്സേജ് പോർഷൻ ഞാൻ എല്ലാത്തിലും കൊണ്ടുപോയി ഇടുകയാണ്. ഇപ്പം എന്തായി, നമ്മളെ പ്രോഗ്രാമിൻ്റെ ലൈന് നോക്ക് എത്രത്തോളമായി. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് റിപ്പീറ്റഡ്ലി വരുന്ന കോഡുകളാണ് ഈ 2 ബ്ലോക്ക്. ഓക്കെ, ഇതിങ്ങനെ കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു സിമ്പിൾ ഫംഗ്ഷനാക്കി മാറ്റാവുന്നതാണ്. പിന്നെ ഫംഗ്ഷനാക്കി മാറ്റിയാലുള്ള ബെനിഫിറ്റ് എന്താ, നമുക്ക് ആ ലൈൻ ഓഫ് കോഡ് കുറഞ്ഞു കിട്ടും. നമുക്ക് അങ്ങനെ ഫംഗ്ഷനിലേക്ക് മൂവ് ചെയ്യാം. ഫംഗ്ഷൻ എഴുതുന്നത് ഫംഗ്ഷൻ ഷോ മെസ്സേജ്. ഷോ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. ആ ഫംഗ്ഷനകത്ത് ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഈ അലേർട്ട് ബ്ലോക്കും കൺസോൾ ഡോട്ട് ലോഗ് ആ ബ്ലോക്കും കൊടുക്കുകയാണ്. ഈ മെസ്സേജ് ഞാൻ ഇതിനകത്ത് വേരിയബിളായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ഈ ഷോ മെസ്സേജിനകത്ത് മെസ്സേജ് എന്നുള്ള കേസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അലേർട്ടും ചെയ്യും കൺസോൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, നമുക്ക് മാനേജ് ചെയ്യാൻ സുഖമാണ്. ഇതിപ്പോൾ ഞാൻ ഈ എഴുതിയ കോഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ഓരോന്നിലും പോയിട്ട് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ ഒഴിവായി കിട്ടും. ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കാരണം നമുക്കത് ഒഴിവായി കിട്ടും. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്തിട്ട് കാര്യമില്ല, അതിനെ കോൾ ചെയ്യണം. കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് ആ ഷോ മെസ്സേജ് ഓരോന്നിനകത്തും കൊണ്ടുപോയി കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് 1 2 3 4 5 ഓക്കെ, ഇതിലിപ്പോൾ എത്ര ചോയ്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഓൾറെഡി 5 ലൈൻ ഇവിടെ സേവ് ചെയ്ത് പകരം ഇവിടെ എന്തായി ഒരു ഫംഗ്ഷനായിട്ട് ഡിക്ലെയർ ചെയ്തു എന്നുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാറ്റിയാൽ മതി. നമുക്ക് അലേർട്ട് വേണ്ട, ജസ്റ്റ് കൺസോൾ ലോഗ് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ അലേർട്ട് ഹൈഡ് ചെയ്ത് വെക്കുക, കമൻ്റ് ആക്കി വെക്കുക, റീലോഡ് ചെയ്യുക. ഞാൻ 1 കൊടുത്തു. യു ഹാവ് ചൂസ്ഡ് ആഡ് എക്സ്പെൻസ്, യു ഹാവ് ചൂസ്ഡ് ആഡ് ഇൻകം. എക്സിറ്റ് കൊടുക്കുകയാണ്, യു ഹാവ് ചൂസ്ഡ് എക്സിറ്റ്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിനകത്തോട്ട് നമ്മളെ ലോജിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഇത് കവർ ചെയ്ത് പിന്നെ ഒരു പ്രോംപ്റ്റ്, യൂസറിൻ്റെ പ്രോംപ്റ്റ് റീഡ് ചെയ്യുന്ന പോർഷൻ ചെയ്തു. ഇവിടെ എന്താണ് മെനു ഡ്രിവൻ ലോജിക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട്
മെനു ഡ്രിവൻ ലോജിക്ക് സെറ്റ് ചെയ്തു. ഇതെന്താണ്? പ്രോഗ്രാം റൺ അൺടിൽ യൂസർ ചൂസ് ടു എക്സിറ്റ്. അപ്പോൾ പ്രോഗ്രാം ഇതുവരെ റൺ ചെയ്യണം, എക്സിറ്റ് ചൂസ് ചെയ്യുന്നവരെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വൈൽ ലൂപ്പും കൊടുത്തു. ഈ സ്റ്റെപ്സ് ഇടാൻ വിട്ടും മറന്നുപോയി, ഫസ്റ്റത്തെ മാത്രമേ എഴുതിയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു മെത്തേഡാക്കി മാറ്റാം. ഓക്കെ, അതെങ്ങനെ? ഫങ്ഷൻ മെനു എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ഇത്രയും പോർഷൻ കൊണ്ടുപോയിട്ട് ഇടാവുന്നതാണ്. ഇത് വർക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ കോൾ ചെയ്യണം. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പം എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇല്ലീഗൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇവിടെ ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എപ്പോഴും വരുന്നത് ഈ ലൂപ്പിനകത്താണ്. ഇവിടെ ആക്ച്വലി ലൂപ്പ് വരുന്നില്ല, അപ്പോൾ സിൻടാക്സ് എറർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യണം. ഞാൻ ഇന്നലെ റിട്ടേണിൻ്റെ പോർഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ, അത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് തൽക്കാലം എല്ലാത്തിലും എന്ത് ചെയ്യാം, ബൈ ഡിഫോൾട്ട് റിട്ടേൺ ട്രൂ കൊടുക്കാം. റിട്ടേൺ ട്രൂവിനകത്ത് അർത്ഥം ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പ്രോഗ്രാം ഓക്കെ കണ്ടിന്യൂ ചെയ്തോളൂ എന്നുള്ളൊരു മീനിങ്ങിൽ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ബ്രേക്ക് ഒഴിവാക്കി, ഇവിടുന്ന് ഒഴിവാക്കുകയാണ്. ബ്രേക്ക് എപ്പോഴും എന്തിനകത്താണ് വരണ്ടേ? ലൂപ്പിൻ്റെ അകത്താണ് വരണ്ടേ. ഇത് ഫംഗ്ഷന് ആക്ച്വലി ലൂപ്പിനകത്ത് മാത്രം കോൾ ചെയ്തോളണം എന്നൊരു നിർബന്ധമില്ല. അപ്പം അതുകൊണ്ടാണ് അതവിടെ ഇഷ്യൂ വരുന്നത്. ഫംഗ്ഷൻ ഈ ലൂപ്പിൻ്റെ പുറത്ത് വിടാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ വൈൽ ലൂപ്പിനകത്ത് ബ്രേക്ക് വരണം എന്നുള്ള ആ രീതിയിൽ ചെയ്യാൻ പോവാണ്. ഇവിടെ യൂസർ ചൂസ് ചെയ്യുന്ന ചോയ്സ് 4 ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫാൾസ്. അല്ലാത്ത സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ കോഡ് വർക്കായി, ഓക്കെ, ഇവിടുത്തെ പണി കഴിഞ്ഞ് ഈ ഓക്കെ ഇഫ് എൽസിൻ്റെ വർക്കിംഗ് അറിയില്ലേ? ഏതെങ്കിലും ഒരു ബ്ലോക്ക് വർക്കായി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മാത്രമേ വർക്കാവുള്ളൂ, പിന്നെ അതിൻ്റെ താഴേക്കൊന്നും നോക്കൂല. ഓക്കെ, ഇപ്പോൾ യൂസർ 1 ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പോർഷൻ വർക്ക് ചെയ്യും. അതിനുശേഷം എന്ത് സംഭവിക്കും? ഇതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യും, ഇതൊക്കെ ഒഴിവാക്കും. നെക്സ്റ്റ് ലാസ്റ്റ് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? റിട്ടേൺ ട്രൂ ആണ്, അത് വർക്കാവും. 2 യൂസർ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് വർക്കാവും, ബാക്കിയൊന്നും വർക്കാവില്ല. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് റിട്ടേൺ ഫാൾസ് ആണ്. ഈ 4 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഇവിടെ എത്തും, ഇവിടെ റിട്ടേൺ ഫാൾസ്. അപ്പോൾ ബാക്കി ഇങ്ങോട്ട് പോകില്ല. ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ തന്നെ ബ്രേക്ക് ആയിട്ട് ഈ ഒരു ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്യുന്ന റിസൾട്ടാണ് ഫാൾസ്. ഓക്കെ, ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഗ്രാമിനെ ബ്രേക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഒക്കെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇത് ആദ്യം തന്നെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മേ ബി മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പും 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായി? നമ്മളെ മെയിൻ ലോജിക് പാർട്ട് ഒന്നും കൂടെ ചെറുതായി. ഓക്കെ, ഇപ്പോൾ എന്തായി? എത്ര ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ? 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് മെനു ഫംഗ്ഷനും ഉണ്ട്, ഒന്ന് ഷോ മെസ്സേജ് എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, ഈ താഴേക്ക് നോക്കണ്ട, അതിപ്പോൾ അവിടെ കിടക്കട്ടെ. ഇപ്പം എന്താണ്? യൂസർ 4 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്താവും? ഫാൾസ് ആവും. റിസൾട്ട് ഫാൾസ് ആണെങ്കിൽ എന്താണ്? ബ്രേക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇവിടെ കണ്ടീഷനും കൊടുത്തിട്ടുണ്ട്. ഇനി യൂസർ ചൂസ് ചെയ്തത് ഈ മെനുവിൻ്റെ അകത്ത് എത്തണ്ടേ? ആക്ച്വലി ഈ മെനുവിൻ്റെ അകത്ത് എന്താണ്? മെനു ഇവിടെ, ഓക്കെ, ഇവിടെ മെനുവിൻ്റെ അകത്ത് യൂസർ ചോയ്സ് എന്ന് പറഞ്ഞിട്ടേ കൊടുക്കുന്നുള്ളൂ. ഈ യൂസർ ചോയ്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് മേ ബി ഇത്രേ ഉണ്ടാവുള്ളൂ. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റീലോഡ് ചെയ്തു, ചോദിക്കുന്നുണ്ട്, ആഡ് എക്സ്പെൻസ് കൊടുത്ത് എന്തായി? നല്ല രീതിയിൽ എറർ അടിച്ച്. എന്താണ്? യൂസർ ചോയ്സ് എന്താന്ന് പ്രോഗ്രാമിന് അറിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മര്യാദക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഓരോ എറേഴ്സ് കാണിക്കും.
ഇതെന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും മനസ്സിലായോ? യൂസർ ചോയ്സ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ഇങ്ങനത്തെ എറേഴ്സ് കണ്ടാൽ മനസ്സിലാക്കി എടുക്കലാണ് പ്രോഗ്രാമിൻ്റെ മെയിൻ. അതറിയാത്ത പക്ഷം നമുക്ക് നല്ലൊരു ഡെവലപ്പർ ആവാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, യൂസർ ചോയ്സ് നോട്ട് ഡിഫൈൻഡ് എന്താണ്? ഈ യൂസർ ചോയ്സ് എന്ന് പറഞ്ഞ സാധനം ഈ ഒരു ഫംഗ്ഷനകത്ത് എവിടെയെങ്കിലും തിരഞ്ഞു നോക്ക്. യൂസർ ചോയ്സിൽ എന്തോ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ആ സാധനം എന്താണെന്ന് അറിയുന്നില്ല. ഓക്കെ, ഞാനൊരു ഒബ്ജക്റ്റ് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കാന്ന്, ഇതെന്താ സാധനം? അപ്പോൾ നിങ്ങൾക്ക് ആർക്കും പറയാൻ വയ്ക്കുന്നില്ല. കാരണം എന്താണ്? അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഈ യൂണിവേഴ്സിൽ കണ്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല മേ ബി. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു സാധനം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. നേരെ മറിച്ച് ഈ പ്രോഗ്രാം ആയതുകൊണ്ട് എനിക്കറിയില്ല, അങ്ങനെ ഒരു സാധനം എന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആണ് പറയും. അതാണ് യൂസർ ചോയ്സ് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ് വരുന്നത്. ഇതെവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഡയറക്റ്റ് അതിൻ്റെ വാല്യൂ ഇതാണോ എന്താണിത്, ഇതിലേക്ക് ഇത് എവിടുന്ന വരുന്നത് എന്നൊരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് ഇതിപ്പോൾ നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് യൂസർ ചോയ്സ് എന്നുള്ളത് നമുക്കൊരു ഫംഗ്ഷനിൽ പാരാമായിട്ട് പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ റൺ ചെയ്യുമ്പോൾ യൂസർ ചോയ്സ് ഇതിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ഉണ്ടാവും. ആ സംഭവമാണ് ഈക്വേറ്റ് ചെയ്യുന്നത്, ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളടുത്ത് ചോദിക്കുമ്പോൾ പറയാം, ഓക്കെ അതെന്താണ്, അത് ഇതിൻ്റെ കൂടെ വരുന്നതാണ്, അത്ര മാത്രമേ നിങ്ങൾക്ക് ഇതിനെ പറ്റി നോളജ് ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അത് എന്താ അറിയില്ല, അത് ആൾ പറഞ്ഞു തന്നതാണ്, ആൾക്കേ അറിയുള്ളൂ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു മീനിങ്. ഇനി ആ സാധനം എവിടുന്നാണ് വരുന്നത്? ഇവിടുന്ന് ഇൻപുട്ട് കിട്ടിയിട്ട് ആ ഇൻപുട്ടാണ് നമ്മൾ ഇതിൽ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എന്താണ്? ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? യൂസർ ഇൻപുട്ട് ചെയ്യുന്ന യൂസറിൻ്റെ ചോയ്സ് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന വാല്യൂ ആണ് ഇത്. നമുക്കൊന്ന് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ആഡ് എക്സ്പെൻസ് 1 കൊടുത്തു. ഇപ്പോഴും ഇപ്പം എന്താണ്? യു ഹാവ് ചൂസ്ഡ് ആഡ് എക്സ്പെൻസ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം വർക്കായി. ഇവിടെ വേറൊരു പ്രശ്നം വന്നിട്ടുണ്ട്, ട്രൂ ഈസ് നോട്ട് ഡിഫൈൻഡ്. അടുത്ത ആള്. ഓക്കെ, ഇത് ഞാൻ ഇതിനെ പോയിന്റ് ചെയ്യാതെ ഇത് മാത്രം പോയിന്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് main.js പറഞ്ഞിട്ട് നമ്മുടെ വേറെ ഏതോ വഴിയിലൂടെ വരുന്നതാണ്. ഇത് ഞാൻ ചെയ്യുന്നതല്ല, ഇത് ക്രോം എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് വരുന്ന എററാണ്. ഓക്കെ, ഇവിടെ ആണെങ്കിലോ demo.html ആണ്, ഇതിൻ്റെ സോഴ്സാണ് ഈ കാണിക്കുന്നത്, എവിടുന്നാണ് ഈ എറർ വരുന്നതെന്നാണ്. അപ്പോൾ അതാണ് ഞാൻ ഇതിനെ ഒഴിവാക്കിയിട്ട് ഇതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഇത് demo.html, ഇതിൻ്റെ ഉത്തരവാദി ഞാനാണ്, ഇതിൻ്റെ ഉത്തരവാദി ഞാനല്ല, അത് എക്സ്റ്റൻഷനാണ്, അത് അവർ ക്ലിയർ ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഇവിടെ demo.html 83 എന്തോ ഇഷ്യൂ ഉണ്ട്. ട്രൂ ഈസ് നോട്ട് ഡിഫൈൻഡ്, ട്രൂ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതുപോലെ ഒരു അഡ്രസ് ഇല്ലാത്ത സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാണത്. ഈ ട്രൂ എന്ന് പറയുന്നത് ആക്ച്വലി ജാവാസ്ക്രിപ്റ്റിത്തെ ട്രൂ എന്ന് ഉദ്ദേശിക്കുന്നത് TRUE, ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിത്തെ ട്രൂ. അതുപോലെ ഫാൾസും സ്മാൾ ലെറ്ററിലാണ് അതിൻ്റെ ഫസ്റ്റത്തെ ലെറ്റർ എഴുതുക. നേരെ മറിച്ച് പൈത്തൺ അങ്ങനെയല്ല, പൈത്തൻ്റെ സ്റ്റാർട്ടിങ് യൂസ് ചെയ്യുന്ന കീവേഡിൽ ട്രൂൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ ക്യാപിറ്റലിലാണ്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അത് പല ലാംഗ്വേജ് പഠിക്കുമ്പോഴും മേ ബി ഇങ്ങനത്തെ ഒക്കെ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. മേ ബി ഫംഗ്ഷൻ പൈത്തണിലുള്ള ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതിൽ എഴുതാം. ഇപ്പം നിങ്ങൾ മറ്റു ലാംഗ്വേജ് പഠിക്കാത്തതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് വരാൻ കുറവാണ്. സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന കുറച്ച് ട്രബിൾസാണ് അതൊക്കെ. പിന്നെ നിങ്ങൾ കൂടുതൽ കാലം വർക്ക് ചെയ്യുന്നത് പൈത്തണിലാണ്, പെട്ടെന്ന് ജാവാസ്ക്രിപ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് കഴിയും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഇവിടെ മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. ഇനിയിപ്പോൾ അടുത്തത് അതായിരിക്കും. മെസ്സേജ് ഡിഫൈൻ ചെയ്തിട്ടില്ല, മെസ്സേജ് അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനിവിടെ റോളില്ല, ഇവിടെ ഈ മെസ്സേജ് യൂസ് ചെയ്യുന്നില്ല. നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം? അതിനെ പിടിച്ചിട്ട് ഇതിനകത്തോട്ട് കൊണ്ടുവിടാം. ഓക്കെ, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ടെന്നുള്ളൂ. അവിടെ പ്രത്യേകിച്ച് ഒരു മാജിക്കും കാണിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ആഡ് എക്സ്പെൻസ് വർക്കായി. ഫാൾസ് ഈസ് നോട്ട് ഡിഫൈൻഡ്, അത് നമ്മൾ മാറ്റിയില്ലേ? മാറ്റിയതാണല്ലോ. വേറെ എവിടെയെങ്കിലും ഫാൾസ് ഉണ്ടോ? ഓക്കെ, ഇവിടെയും ഫാൾസ് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, ഇവിടെ റീലോഡ് ചെയ്യാം. ആഡ് എക്സ്പെൻസ്. ഓക്കെ, യു ഹാവ് ചൂസ്ഡ് ആഡ് എക്സ്പെൻസ്. ആഡ് ഇൻകം ചൂസ് ചെയ്യാണ്. ആഡ് ഇൻകം ചൂസായി. വ്യൂ എക്സ്പെൻസ് കൊടുത്ത് അത് വർക്കായി. ലാസ്റ്റ് എക്സിറ്റിന് മുമ്പ് ഒരു 41 കൊടുക്കാം. ഇൻവാലിഡ് ചോയ്സ് അങ്ങനൊരു സംഭവം ഇവിടെ ഇല്ല, അത് ചെയ്തിട്ടില്ല. 4 കൊടുക്കുകയാണ്. എക്സിറ്റ്. യു ഹാവ് ചൂസ്ഡ് എക്സിറ്റ്. പ്രോഗ്രാം അതോടെ ഫിനിഷായി. അപ്പം ഇത് ഫിനിഷായപ്പോൾ റീലോഡിംഗ് ഒക്കെ പോയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാമിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലിപ്പോൾ നമ്മൾ എന്തൊക്കെ കവർ ചെയ്ത്? വേരിയബിൾസ് കവർ ചെയ്ത്, ഇഫ് എൽസ് കവർ ചെയ്ത്, ലൂപ്പ് കവർ ചെയ്ത്, ഫംഗ്ഷൻ കവർ ചെയ്ത്, ഇതിൽ ബ്രേക്ക് കവർ ചെയ്ത്. കണ്ടിന്യൂവിൻ്റെ കേസ് നമുക്ക് ഇതിൽ വരുന്നില്ല. കണ്ടിന്യൂവിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ ഒരെണ്ണം വർക്കായി കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യണ്ട എന്നുള്ളൊരു കൺസെപ്റ്റാണ്. കണ്ടിന്യൂ റൺ ചെയ്യണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് വേറെ രീതിയിൽ ഇതിനെ മോഡിഫൈ ചെയ്യണം. അത് ഇപ്പം ഞാനതിന് ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മളെല്ലാത്തിനും ഇഫ് എൽസ് ആണ്, എൽസ് ഇഫ് ലാഡർ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇഫ് എൽസ് ഇഫ് എൽസ് ഇഫ് എൽസ് ഇഫ് എൽസ് ഇതിന് പറയുന്നതാണ് എൽസ് ഇഫ് ലാഡർ എന്നൊക്കെ പറയും. ഇവിടെ റിട്ടേൺ ഫാൾസ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ച്? നമ്മളത് റിട്ടേൺ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ എന്ത് കൊടുക്കാം? നമ്മുടെ ഈ ലോജിക്ക് പ്രകാരം ഫാൾസ് ആണെങ്കിൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ ബൂളിയൻ വാല്യൂ ആണ്. ബൂളിയൻ വാല്യൂ ഐദർ ട്രൂ ഓർ ഫാൾസ് ആണ്. ഈ രണ്ടിലൊരു റിസൾട്ട് മാത്രമേ വരുള്ളൂ. നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ട്രൂ കൊടുക്കാം, അതൊരു പോസിബിൾ സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒരു കേസ് മാത്രം കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ റിട്ടേൺ ട്രൂ എന്ന് കൊടുക്കാം. ഇവിടെ ഇതിൻ്റെ ഭാഗത്ത് എൽസ് കണ്ടിന്യൂ. ഓക്കെ, ഇതിൽ ഞാൻ 2 കൊടുക്കുകയാണ്, 1 കൊടുക്കുകയാണ്, 1. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ഈ കേസ് വർക്കാവുന്നുണ്ട്. ആക്ച്വലി കണ്ടിന്യൂവിൻ്റെ പോർഷൻ വർക്കാവുന്നുണ്ട്. നമ്മുടെ ഒരു ലോഗും കൂടെ ആഡ് ചെയ്യുക. console.log program will continue. റീലോഡ് ചെയ്തു, 1 കൊടുക്കുകയാണ്. കണ്ടോ, പ്രോഗ്രാം വിൽ കണ്ടിന്യൂ. ഏത് വർക്കായി? ഈ പോർഷൻ വർക്കായി. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന എൽസ് ഇഫ് ലാഡർ ആണ്. അതിന് പകരം ഫുള്ള് ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിട്ടേൺ ട്രൂ. റിട്ടേൺ, അതായത് ഈ ഫംഗ്ഷൻ ഇവിടെ വർക്ക് ചെയ്താൽ മതി, നീ റിട്ടേൺ അടിച്ചോ. റിട്ടേൺ അടിച്ചിട്ട് ഇവിടെ ഒന്നും ഫാൾസ് അല്ല, ഇതെന്താണ്? കണ്ടിന്യൂ ആണ്. അപ്പോൾ വീണ്ടും ഈ പോർഷൻ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ വന്നു. ഇൻ കേസ് നമ്മളിത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ റിട്ടേൺ ട്രൂ കൊടുത്തിട്ടില്ല. ഓക്കെ, റിട്ടേൺ ട്രൂ എവിടെ വരുന്നത്? ഇവിടെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ചോയ്സ് 1 ആണോ നോക്കും. ഓക്കെ, 1 അല്ല, 1 അല്ലെങ്കിൽ 1 ആണെങ്കിൽ 1. ഓക്കെ, 1 വർക്കായി. പിന്നെ ചോയ്സിൻ്റെ വാല്യൂ 2 ആയിരുന്നു നോക്കും. ഇത് വർക്കാവില്ല, സ്വാഭാവികമായിട്ട് നമ്മൾ 1 കൊടുത്തുകൊണ്ട് അത് വർക്കാവും. പിന്നെ ഓക്കെ, ഇത് എൽസ് ഇഫ് ലാഡർ ആണ് ഇത്രയും പോർഷൻ വരുന്നത്. ഇതിൽ 2 ആണോ നോക്കും. 2 അല്ല, 3 അല്ല, 4 അല്ല, 5 ഇൻവാലിഡ് ചോയ്സ്. ആ ഒരു പോർഷനാണ് വർക്കാവുക. അതായത് നമുക്ക് എന്ത് വരും? 2 മെസ്സേജ് കാണിക്കും. ഒന്ന് യു ഹാവ് ചൂസ്ഡ് എക്സ്പെൻസും വരും, യു ഹാവ് ചൂസ് ഇതെന്താണ് ഇൻവാലിഡ് ചോയ്സ്. ഈ 2 പോർഷനും കാണിക്കും. ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. അതൊന്ന് എക്സിറ്റ് ആകട്ടെ. ഇനി റീലോഡ് ചെയ്യാം. നമുക്കിവിടെ എന്ത് ചെയ്യാം? ആഡ് എക്സ്പെൻസിൽ റിട്ടേൺ ഒന്നും കൊടുത്തിട്ടില്ല. ചോയ്സ് 1 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, യു ഹാവ് ചൂസ്ഡ് ആഡ് എക്സ്പെൻസ്, പിന്നെ ഇൻവാലിഡ് ചോയ്സ്, പ്രോഗ്രാം വിൽ കണ്ടിന്യൂ. ഇത് ഇവിടുന്ന് വരുന്നത് പ്രോഗ്രാം വിൽ കണ്ടിന്യൂ നമ്മൾ എവിടെയും കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, ഓക്കെ, കണ്ടിന്യൂവിൻ്റെ ബ്ലോക്ക് വർക്ക് ആയതുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിച്ചാൽ വെച്ചാൽ യു ഹാവ് ചൂസ്ഡ് ആഡ് എക്സ്പെൻസ്, ഇൻവാലിഡ് ചോയ്സ്, പ്രോഗ്രാം വിൽ കണ്ടിന്യൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇഫ് ബ്ലോക്ക് വർക്കായി. അതിനുശേഷം ഇതിൽ നിന്ന് ഇത് വർക്കായി. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കേസ്. ഇതിനെ ഓവർകം ചെയ്യുന്നുണ്ടെങ്കിൽ റിട്ടേൺ ട്രൂ ഇവിടെ കൊടുത്തു നോക്കാം. എന്നിട്ടൊന്ന് റീലോഡ് ചെയ്യും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ,
3 സ്റ്റേറ്റ്മെൻറ്റ് റൺ ആയിട്ടുണ്ട്. ആഡ് എക്സ്പെൻസ്, ഇൻവാലിഡ് ചോയ്സ്, പ്രോഗ്രാം വിൽ കണ്ടിന്യൂ. ഞാൻ ബ്രൗസർ റീലോഡ് ചെയ്യാണ്. അതിൻ്റെയൊക്കെ ഒന്ന് എക്സിറ്റ് ആക്കട്ടെ. എക്സിറ്റായി. റീലോഡ് ചെയ്യും. റീലോഡ് ചെയ്തിട്ട് ആഡ് എക്സ്പെൻസ് കൊടുത്തു. ഓക്കെ, യു ഹാവ് ചൂസ്ഡ് ആഡ് എക്സ്പെൻസ്, പ്രോഗ്രാം വിൽ കണ്ടിന്യൂ. അപ്പോൾ നേരത്തെ ഒരാളും കൂടെ ഉണ്ടായി എന്ത് ചെയ്യുന്നത്, ഇൻവാലിഡ് ചോയ്സ് വർക്കായിരുന്നു. ഈ സമയത്ത് ഇൻവാലിഡ് ചോയ്സ് വർക്കായില്ല. അതായത് പ്രോഗ്രാം ഇവിടെ എത്തിയപ്പോൾ റിട്ടേൺ അടിച്ചിട്ട് ഇവിടെ എന്താണ്, ഈ ഇഫ് ബ്ലോക്ക് വർക്കായില്ല, പകരം എൽസ് ബ്ലോക്ക് വർക്കായി അവിടെ കണ്ടിന്യൂ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഈ ഒരു പോർഷനിലേക്ക് തന്നെ എത്തി. അതാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വല്ലാണ്ട് ഡെപ്തിൽ പോകാത്തത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ്. നമ്മൾ എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂൻ്റെ ആവശ്യം വരുന്നില്ല. വരുന്ന സമയത്ത് നമ്മളത് കൊടുക്കും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ് ഇന്ന് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഡേ നമുക്ക് ഈ പോർഷൻസിലേക്ക് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഒബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുക, അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യുക, നമ്മളിവിടെ ആക്ച്വലി ചെയ്യുന്നത് എന്താണ്, അതാണ് ചെയ്യാൻ പോകുന്നത്. ആഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഓരോ ഒബ്ജക്റ്റിലേക്ക് എക്സ്പെൻസ് ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ഒബ്ജക്റ്റും എന്തായിരിക്കും, മേ ബി എക്സ്പെൻസ് ആവാം, ഇൻകം ആവാം. പിന്നെ ഓക്കെ, എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, പ്രോഗ്രാം എക്സിറ്റ് ആയി, പിന്നെ നമുക്ക് ഡാറ്റ കിട്ടൂല. ആ രീതിയിലാണ് ഇപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. 1-2 ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ.